ഞാനൊരു വ്ളോഗുണ്ട്, അൾത്താഫ് വ്ളോഗ് എന്തോ സംതിങ്, ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ്. അയാളുടെ ആവശ്യം രേണുസുതി എന്നുള്ള പേര് മാറ്റാൻ. സൗകര്യമല്ല രേണുസുതി എന്നുള്ള പേര് മാറ്റാൻ, മനസ്സിലായോ? രേണുസുതി. കൊല്ലം സുധിച്ചേട്ടൻ എന്നെ നിയമപരമായിട്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം 2017 മെയ് 7 വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പേര് മാറ്റത്തില്ല കേട്ടോ. നിങ്ങളല്ല, നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ പേര് മാറ്റുന്നത്. എനിക്ക് നാണമുണ്ടോന്ന് പുള്ളിയുടെ പേര് പറയാം. എടാ, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട്? എൻ്റെ കാര്യം നോക്കുക. റീച്ച് ആകാൻ വേണ്ടിയിട്ട് രേണുസുതിയുടെ മെക്കെട്ട് കയറേണ്ട കാര്യമില്ല. വെറുതെ അവിടെ ഇവിടെ പോകുന്ന കണ്ട വഴി പോകുന്നവനും അവിടെ പോകുന്നവനും ഇവിടെ പോകുന്നവനും രേണുസുതിയുടെ പേര് പറഞ്ഞ അങ്ങ് റീച്ച് അങ്ങ് നേടുക. രേണുസുതി മാത്രമേ ഉള്ളോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം? കൊള്ളാലോ. സുധിയുടെ പേര് മാറ്റി. ഇവർ ഈ പറയുന്ന ഒരു കാര്യം കറക്റ്റായിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമുക്കുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇവരെന്തെങ്കിലും ചെയ്താൽ അതിനെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിലൊരു ന്യായമുണ്ട്. അതല്ലാതെ ഇവർ പേര് മാറ്റണം അങ്ങനൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഇവരേതെങ്കിലും വല്ലാത്ത തെറ്റൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആൽബത്തിൽ അഭിനയിക്കുന്നത് അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. ഇത് ചെയ്യാൻ പാടില്ല, അത് മാറ്റണമെന്നുള്ള രീതിയിൽ, അതൊക്കെ ന്യായമാണ്. അതല്ലാതെ സുധി എന്നുള്ള പേര് മാറ്റണം അതിൻ്റെ ഒന്നും ആവശ്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇത് കണക്ക് നിയമപരമായിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. സോ എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതെന്ന് വെച്ച് ബാക്കിയുള്ളവർ വന്നിട്ട് പേര് മാറ്റണം അങ്ങനെ എങ്ങനെയാണെന്ന് പറയേണ്ടതെന്നും ഒരു ആവശ്യമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊരു റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ രേണുസുതി പറഞ്ഞത് കണക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അവർ റീച്ച് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഇതും ചെയ്യുന്നത്. അത് കണക്ക് തന്നെയാണ് രേണുസുതിയും. ഇത് കണക്ക് നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പെട്ടെന്നുണ്ടെങ്കിൽ റീച്ച് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇതേകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടെങ്കിൽ ദാസേട്ടനെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്തായിരുന്നാലും ശരി, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇതേക്ക് പേര് മാറ്റുമോ അല്ലെങ്കിൽ വീടിൻ്റെ പേര് മാറ്റുമോ അതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അതൊന്നും നമ്മളെ വിഷയമല്ല. ബാക്കിയുള്ള വേറെ എന്തെങ്കിലും കാര്യം അവർ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അത് പറയാനുള്ളത് എല്ലാവർക്കും അവകാശമുണ്ട്. കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയ ഇടുമ്പോഴത്തേക്ക് അത് അഭിപ്രായം പറയാനുള്ള ഒരു കാരണം കൊണ്ടാണ് ഇതേകത്തുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഇടുന്നത്. അതല്ലാതെ ഇതേക്ക് അവരുടെ പേര് മാറ്റണം ഇത് മാറ്റണം എന്ന് പറയേണ്ട ആവശ്യമൊന്നും ബാക്കിയുള്ളവർക്കൊന്നുമില്ല.